റീസെൻ്റ്ലി വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് അടിപൊളി സീരീസാണ്, മസ്റ്റ് വാച്ചാണ്, കിടിലൻ സീരീസ് ആണെന്നൊക്കെയാണ് കേട്ടത്. സോ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇന്നൊന്നും കാണണമല്ലോ, ഇത് എന്താ സംഭവം എന്ന് അറിയാൻ പോകുന്നു. സോ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അടിപൊളി സീരീസാണ്, കിടിലൻ സീരീസാണ്, മസ്റ്റ് വാച്ച് ആയിട്ടോ. റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ കൊറിയൻ ഭാഷയിൽ റിലീസായിട്ടുള്ള ടീച്ച് യു എ ലെസൺ എന്നാണ് സീരീസിൻ്റെ പേര്. ഒരു സ്കൂൾ ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽ പെടുന്ന ഒരു കിടിലൻ സീരീസാണ് കേട്ടോ അത്. 괴물들과 싸우려는 겁니다. 괴물은 괴물로 잡아야 하지 않겠습니까? അതായത് ഈ സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പോയിലേഴ്സ് ഒന്നും അല്ല കേട്ടോ, ഓൾറെഡി ട്രെയിലറിൽ റിവീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് കൊറിയയിൽ സ്കൂളുകളിൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അമിതമായിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ സ്റ്റുഡൻസ് തമ്മിലുള്ള ബുള്ളിയിങ്, സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നതും, സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ ഹറാസ് ചെയ്യുന്നതും, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ അത് അബ്യൂസ് ചെയ്യുന്നതും, അങ്ങനെയുള്ള മൊത്തം അടിപിടി ബഹളം നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ സ്കൂളുകൾക്കോ ടീച്ചേഴ്സിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ്റിനും ഇതൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഈ കൊറിയയിൽ ഈ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്ക് കൊറിയൻ ഗവൺമെൻറ് കുറച്ച് പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റുഡൻസിനെ സ്കൂളുകളിൽ വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷകളൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും ശിക്ഷകളുണ്ടാവുള്ളൂ, പക്ഷെ അത് എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റുന്ന ശിക്ഷകളായിരിക്കും. അപ്പോൾ ഇത് അറിഞ്ഞിട്ടായിരിക്കണം അവിടുത്തെ സ്റ്റുഡൻസ് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എന്താ പറയുക യൂട്ടിലൈസ് ചെയ്ത് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടുത്തെ കൊറിയൻ ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കുന്നു. ERPB എന്നാണ് ആ ടാസ്ക് ഫോഴ്സിൻ്റെ പേര്, അതായത് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ബ്യൂറോ. ഈ ERPB ടീം അവിടുത്തെ തലതെറിച്ച പിള്ളേരുകളെ, അതുപോലെ തന്നെ സ്കൂളുകൾ, ടീച്ചേഴ്സ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ തടയാനും കൺട്രോൾ ചെയ്യാനും വരുന്നതാണ് ഇതിൻ്റെ ബാക്കി സ്റ്റോറി. പറയുകയാണെങ്കിൽ 10 എപ്പിസോഡ്സാണ് ഇതിൽ ടോട്ടലായിട്ടുള്ളത്. ഓരോ എപ്പിസോഡ്സും ഏകദേശം 50 to 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ ഉള്ളത്. വൺസ് നിങ്ങൾ ഈ സീരീസ് കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരിക്കലും നിർത്താൻ തോന്നുന്നില്ല. അത്രയ്ക്ക് ഗ്രിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഓരോ എപ്പിസോഡ്സും പോകുന്നത്. ഫാസ്റ്റായിട്ട് പോകുന്നൊരു സ്ക്രീൻ പ്ലേ ആണിത്. അത്യാവശ്യം ആക്ഷൻസും കോമഡിയും കാര്യങ്ങളെല്ലാം സീരീസിലുണ്ട്. ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഹൈലൈറ്റ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആണ്. സോഷ്യൽ മെസ്സേജും കാര്യങ്ങളെല്ലാം പറയുന്നൊരു സീരീസാണ്. ഒട്ടും ലാഗോ സ്ലോനെസ്സോ നമുക്ക് ബോറടി ഒന്നും ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. എസ്പെഷ്യലി സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പാരൻസ്, അതുപോലെ തന്നെ ടീനേജേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും കാണാൻ പറ്റിയ നല്ലൊരു സീരീസാണ്. നിങ്ങളൊരു കൊറിയൻ സീരീസും സിനിമകളും കാണുന്ന ഡൈഹാർഡ് കൊറിയൻ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സീരീസാണിത്. ഇപ്പോൾ കൊറിയൻ സിനിമകളോ സീരീസോ കാണാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സീരീസാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടീമിലുള്ളത് 4 ആളുകളാണ് റോൾസ് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളാണെങ്കിൽ ഇത്രയും വേഗം കണ്ടുപോകും. കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അടുത്ത വീഡിയോയിൽ